മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ ദിവസത്തിന്റെ വഴികളിൽ കർത്താവ് തന്റെ കരമുയർത്തി നിങ്ങളെ ചേർത്ത് നിർത്തട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 67 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ പ്രകീർത്തിക്കുന്നത് നമ്മളെ കാണുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സക്കറിയ ദൈവത്തെ പ്രകീർത്തിക്കുക. അവിടുന്ന് എന്നെ സന്ദർശിച്ചു, എന്നെ രക്ഷിച്ചു എന്ന് പറയുകയാണ്. രക്ഷിക്കുമെന്നുള്ള ഉറപ്പ്, രക്ഷിച്ചു എന്നുള്ള ഒരു ഉറപ്പ് സക്കറിയായിക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ്. ക്രിസ്തുമസ് നാളുകളില് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാനും ദൈവിക കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ ലഭിക്കുകയുള്ളൂ. ദൈവം എന്റെ ജീവിതത്തെ സന്ദർശിച്ചു എന്നും ദൈവം എന്നെ രക്ഷിച്ചു എന്നും ദൈവത്തിന്റെ തിരുമുൻപിൽ സക്കറിയ ഉദ്ഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവന് പറഞ്ഞു കൊടുത്ത കാര്യമാണ് അത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ പിറവി ഒരു അനുഭവമായി തീരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കണം. ആത്മാവിന്റെ നിറവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ് ഈശോ ജനനമെടുക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ ഈശോ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരികയുള്ളൂ. വേണ്ട വിധം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമ്പോഴാണ്. സങ്കീർത്തകൻ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മക്കൾക്ക് മാത്രമേ ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുവാനായിട്ടും ദൈവത്തെ ദർശിക്കുവാനായിട്ടും ദൈവത്തിന്റെ സന്ദർശനം ഏറ്റുവാങ്ങുവാനായിട്ടും സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയണം നമ്മൾ ഓരോരുത്തരും. ഈ ദിവസത്തെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്റെ ബുദ്ധിയിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്റെ ചിന്തകളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്റെ വികാരങ്ങളിൽ വിചാരങ്ങളിലും നിറയണമേ, എന്റെ ശരീരം മുഴുവനിലും പരിശുദ്ധാത്മാവേ നിറയണമേ, ഇന്നത്തെ അധ്വാനങ്ങളിൽ പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ബുദ്ധിയുടെ അന്ധകാരം നീങ്ങിപ്പോകുന്നത്, മനസ്സിലൊരു പ്രകാശമുണ്ടാകുന്നത്, ആനന്ദമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. തിന്മയിൽ നിന്നും മാറാനുള്ള കൃപ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. അതുകൊണ്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ യാചനയോടെ പഠിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കുന്നതിന് വേണ്ടി, നിറയുന്നതിന് വേണ്ടി ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നയിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ജീവിത വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുകയും ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. എല്ലാവിധത്തിലുമുള്ള തിന്മയുടെ കെട്ടുകളിൽ നിന്നും, പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളിൽ നിന്നും, നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ആത്മാവിനെ ഇവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ ഇവരിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ജീവിത വഴികളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, എല്ലാ തരത്തിലുമുള്ള കെട്ടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് സകല കെട്ടുകളും ബന്ധനങ്ങളും
പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും തടസ്സങ്ങളും ശാപങ്ങളും ദുരിതങ്ങളും ഇവരിൽ നിന്ന് അകറ്റിക്കളയണമേ. ഈ ദിവ്യകാരുണ്യത്താൽ ഇപ്രകാരമുള്ള എല്ലാ ശക്തികളെയും ഇവരിൽ നിന്ന് ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.